ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. SSC CHSL പരീക്ഷേൻ്റെ, അതായത് ചിലപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ പരീക്ഷകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഇപ്പോൾ വന്നിരിക്കുന്ന SSC CHSLൻ്റെ കാര്യം മാത്രമാണ്. CHSLൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്തവരാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റി എന്ന് വരില്ല. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇന്ന് SSCൻ്റെ സൈറ്റിലൊരു അപ്ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ, ഒന്ന് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് SSC CHSL പരീക്ഷ നവംബർ 12 ആരംഭിക്കണം. ആദ്യം പറഞ്ഞിരുന്നത് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നവംബർ 12 മുതൽ പരീക്ഷ തുടങ്ങുന്നു കൊടുത്തു. നമുക്ക് ഈ നോട്ടീസാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. സെൽഫ് സ്ലോട്ട് സെലക്ഷൻ ഫോർ എക്സാമിനേഷൻ ബൈ ദ കാൻഡിഡേറ്റ്സ് CHSL. അതായത് ആദ്യമൊക്കെ നമുക്ക് സ്ലോട്ട് അലോക്കേറ്റ് ചെയ്തിരുന്നത് SSC ആണ്. അതായത് നമ്മളൊരു പ്രിഫറൻസ് കൊടുക്കും, അതിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് SSC നമുക്ക് അവൈലബിൾ ആക്കി തരും. ഡേറ്റും കാര്യങ്ങളൊക്കെ അവരെ തീരുമാനിക്കും. പക്ഷേ ഇനി മുതൽ അത് നമുക്ക് ഒപ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നാണ് ഈ ഒരു ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചെറിയ നോട്ടീസാണ് നോക്കാം. ഒന്ന് തുടക്കത്തിൽ പറയുന്നത് ദ Tier 1 ഓഫ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ വിൽ സ്റ്റാർട്ട് ഓൺ 12th നവംബറിന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് സ്ലോട്ട്, അതായത് എന്നാണ് എക്സാം ഡേറ്റ്. പല ആൾക്കാരും പ്രശ്നമാണ് എക്സാം ഡേറ്റ് ഒക്കെ അവർ ചൂസ് ചെയ്യുമ്പോൾ വേറെ പരീക്ഷേൻ്റെ ദിവസം ഇതായി പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൊല്യൂഷനാണ് പറയുന്നത്. നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് ഇനി വരും കാലങ്ങളിൽ അറിയാം കേട്ടോ. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ഇതാകെ അലമ്പായി പോയിരിക്കും. കാരണം നമ്മുടെ സ്ലോട്ടൊക്കെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു റിസ്ക് ആണെന്ന് എനിക്ക് തോന്നി. കാരണം പണ്ട് PSCയിലൊക്കെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരേ സെൻറ്റർ കിട്ടുമ്പോൾ അങ്ങനെ ഒരേ ആളുകൾ ഒരേ സമയത്ത് അപ്ലൈ ചെയ്ത് ഒരേ സെൻറ്ററിൽ ഇരുന്ന് കോപ്പി അടിച്ച് പരീക്ഷ എഴുതുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്രത്തോളം അത് നടക്കും നമുക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ നല്ലതിനായിരിക്കാം, ചിലപ്പോൾ ചീത്തതിനായിരിക്കും. എന്തായാലും അതൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ അതിന് മുൻവിധിയോടുകൂടി കാണാൻ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. പിന്നെ അത് നോക്കിയാൽ ജസ്റ്റ് വായിച്ച് നോക്കിയേ. For availing this facility, the candidates will have to log into the candidate portal and exercise their choice of city out of 3 choices submitted at the time of application. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോർട്ടലിൽ കയറണം, നമ്മൾ ലോഗിൻ ചെയ്യണം. അവിടെ നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത 3 സിറ്റികൾ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു സ്ലോട്ട് നമുക്ക് ഒപ്റ്റ് ചെയ്യാനുള്ള അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്കും അറിയില്ല. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവർ അവൈലബിൾ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്ലോട്ട്, നമുക്ക് വേണ്ട സ്ലോട്ട് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഡേറ്റിന് നമുക്ക് വേണ്ട സ്ഥലത്ത് പോയിട്ട് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളാണ് സ്ലോട്ടും കാര്യങ്ങളും ചൂസ് ചെയ്ത് അത് നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്ത 3 സ്ഥലത്ത് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഫോർ ദിസ് പർപ്പസ് ദ കാൻഡിഡേറ്റ്സ് പോർട്ടൽ വിൽ ബി ഓപ്പൺഡ് ഫ്രം 22 October till 22 ഒക്ടോബർ മുതൽ 28 ഒക്ടോബർ അതായത് ഒരാഴ്ച നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ്, ആഫ്റ്റർ ലോഗിൻ ഇൻ ടു ദ പോർട്ടൽ ബേസ്ഡ് ഓൺ 3 cities ഫോർ വിച്ച് ദേ ഹാഡ് എക്സൈസ് ഓപ്ഷൻ അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ ദേ വിൽ ബി ഷോൺ ദ അവൈലബിലിറ്റി ഓഫ് സ്ലോട്ട്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ സ്ലോട്ട്സ് ഇങ്ങനെ കാണിക്കുന്ന പറയുന്നത്. അതായത് നമ്മൾ പണ്ട് മറ്റേ പാസ്പോർട്ട് ശരിയാക്കാൻ എന്തെങ്കിലും പോകുന്ന പോലെ കൃത്യമായി നമ്മൾ വേണ്ട സ്ലോട്ടുകളെ സെലക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ കയറുമ്പോൾ നമുക്ക് വേണ്ട സ്ലോട്ടുകൾ, ഇപ്പോൾ നമ്മൾ സിനിമ ബുക്ക് മൈ ഷോയിൽ സിനിമയൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് വേണ്ട സ്ലോട്ടും കാര്യങ്ങളും സമയവും സീറ്റൊക്കെ ബുക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ട സ്ലോട്ടുകളോടെ ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് SSCൻ്റെ നമ്മുടെ സൈറ്റിൽ കയറി നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. കാൻഡിഡേറ്റ് ക്യാൻ ചൂസ് ഓൺ എനി അവൈലബിൾ ഡേറ്റ് എ സ്പെസിഫിക് സിറ്റി ആസ് പെർ ദ ചോയ്സ്. അതായത് നമുക്ക് വേണ്ട ഡേറ്റും നമുക്ക് വേണ്ട സിറ്റിയും ചൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് കേട്ടോ. അല്ല സിറ്റി മാത്രമല്ല, അതിൽ ഡേറ്റ് അടക്കം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് ഡേറ്റിന് ഏത് ഷിഫ്റ്റ് വേണം നടക്കാൻ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ദിവസം അറിയാം. ഇറ്റ് ഇസ് ടു ബി നോട്ടഡ് ദാറ്റ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഹു ഓപ്റ്റഡ് ടു ടേക്ക് എക്സാമിനേഷൻ റീജിയണൽ ലാംഗ്വേജ്, റീജിയണൽ ഇപ്പോൾ CHSL MTS ഒക്കെ റീജിയണൽ ലാംഗ്വേജസിൽ എഴുതാൻ പറ്റും, മലയാളത്തിലൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് അത് ലിമിറ്റഡ് ആയിരിക്കും ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അധികം ചോയ്സ് ഉണ്ടാവില്ല. പക്ഷേ ഇംഗ്ലീഷിലൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇതിലേതാ, ഇൻ കേസ് വൈൽ എക്സൈസിങ് ദ ഓപ്ഷൻസ് ഇഫ് ഓൾ ദ സ്ലോട്ട്സ് ഇൻ ദ 3 cities ഓപ്റ്റഡ് ഏർലിയർ ഹാവ് ഓൾറെഡി ബീൻ ഫിൽഡ് അപ്പ്. അതായത് പറയുന്നത് വെച്ചാൽ ആദ്യം വരുന്ന ഓരോരുത്തർ ഇങ്ങനെ ഓരോ സ്ലോട്ട് എടുത്ത് പോലോ. നമ്മൾ ചില ആളുകളുടെ എപ്പോഴും കുറച്ച് ലാസ്റ്റിലേക്ക് നിൽക്കുന്ന ആളുകളാണ്. എക്സാം അപ്ലൈ ചെയ്യാനും ലാസ്റ്റ് ലോട്ടാണ്, എല്ലാത്തിനും ലാസ്റ്റ് ലോട്ടാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഓപ്ഷൻ വന്നാൽ ചിലപ്പോൾ അത് അറിയേയില്ല. കാരണം ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് എടുത്ത് കാണൂല. എന്നിട്ട് എന്ത് ചെയ്യും, അവസാനം എങ്ങനെയെങ്കിലും കറങ്ങി ഓടി കഴിച്ച് ലാസ്റ്റ് ദിവസം ഞാൻ വരുമ്പോൾ അപ്പോഴേക്കും ഈ സ്ലോട്ടുകളെല്ലാം പല ആളുകളും എടുത്ത് തീർന്നിട്ടുണ്ടാവും. ഇനി അങ്ങനെ തീരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്താ പറയുന്നത്, ദ കാൻഡിഡേറ്റ് വിൽ ഫർദർ ബി given a list of optional cities to choose anyone where slots are available and on the best bid. അതായത് ഈ 3 സിറ്റി തീരുകയാണെങ്കിൽ, നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ ആദ്യം കൊടുത്ത 3 സിറ്റി തീരുകയാണെങ്കിൽ ഇവർ അവൈലബിൾ ആയിട്ടുള്ള വേറെ സ്ഥലത്ത് ഓപ്ഷൻസ് കാണിച്ചു തരും. അതിൽ മാക്സിമം പരമാവധി അവിടെ തരാൻ ശ്രമിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ പരമാവധി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 22 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ പോയിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ലോട്ടുകൾ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അർജൻറ്റ് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് വേറെ ഡേറ്റിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ സ്ലോട്ട് ഒന്ന് ബുക്ക് ചെയ്യുക. ഇപ്പോൾ SSCൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ അത്രയും ജാമായിട്ട് 2 ദിവസമായിട്ട് പല ആൾക്കും മാർക്ക് പോലും അറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. കാരണം എല്ലാവരും ഒരുമിച്ച് കയറും അല്ലേ, എല്ലാവരും ഒരുമിച്ച് കയറി സ്ലോട്ട് ബുക്ക് ചെയ്യും. അത് താങ്ങാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ SSCൻ്റെ വെബ്സൈറ്റിനുണ്ടോ നമുക്കറിയില്ല. കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് SSCൻ്റെ ഒരു മാർക്ക് അറിയാൻ വേണ്ടി ഓരോരുത്തരും കഷ്ടപ്പെടുന്നു. പണ്ടൊക്കെ നമുക്കൊരു മാർക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം റഷ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ പിന്നെ നോർമലായി പോകാറാണ്. പക്ഷേ ഇതിപ്പോൾ 2 ദിവസമായിട്ടൊക്കെയാണ് ഓരോരുത്തർക്ക് മാർക്ക് അറിയാൻ പറ്റും.
അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ എത്രത്തോളം അല്ലേ, എത്രത്തോളം ആൾക്കാർക്ക് നേരത്തെ കയറി ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറൊരു ചോദ്യം, അത് വേറെ കാര്യം. ഓക്കെ, പിന്നെന്താ, വൈൽ യൂട്ടിലൈസിംഗ് ദിസ് ഫെസിലിറ്റി ദ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റ് ടു എക്സസൈസ് ദർ ഓപ്ഷൻ ടു ചൂസ് എക്സാമിനേഷൻ സിറ്റി കെയർഫുള്ളി. ഓക്കെ, ഇതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളിത് ഓപ്ഷൻ എടുക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിച്ചും കണ്ടൊക്കെ തിരഞ്ഞെടുക്കുക. എടുത്തതിന് ശേഷം പിന്നെ അയ്യോ ഈ സ്ഥലത്ത് എനിക്ക് വേണ്ട, ഞാൻ അടുത്ത മാറിപ്പോയി, എനിക്കൊന്ന് മാറ്റി തരണമെന്ന് പറഞ്ഞാൽ SSC മാറ്റി തരില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ട ഓപ്ഷൻ കൃത്യമായി നോക്കിയിട്ട് നേരത്തെ കാലത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, കൂട്ടി നമുക്ക് വേണ്ട സ്ലോട്ട് ബുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇൻ റെസ്പെക്ട് ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് എക്സൈസ് ദ ഓപ്ഷൻ ഓഫ് ഡേറ്റ്, സിറ്റി ആൻഡ് ഷിഫ്റ്റ് ഡ്യൂറിംഗ് ദ പ്രിസ്ക്രൈബ്ഡ് വിൻഡോ ഫോർ ദ CHSL. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ പല ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഞാൻ സിറ്റി സ്ലോട്ട് ചൂസ് ചെയ്തിട്ടില്ലെങ്കിലും SSC എനിക്ക് ഏതെങ്കിലും ഒരു സ്ലോട്ട് തന്നോളും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നിങ്ങൾ ഒരു സ്ലോട്ടും ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കണക്കാക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിന്നെ ഒരു സ്ലോട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ പൈസ കൊടുത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, എൻ്റെ അഡ്മിറ്റ് കാർഡ് എന്താ വരാത്തതെന്ന് ചോദിച്ച് നിൽക്കണ്ട. ഈ 22 മുതൽ 28 വരെയുള്ള ഡേറ്റിൽ നിങ്ങൾ സിറ്റി ചൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സ്ലോട്ട് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് തന്നെയാണ് SSC പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ PSC കണ്ടില്ല കൺഫർമേഷൻ പരിപാടി, അത് ആദ്യം അപ്ലൈ ചെയ്യും, എന്നിട്ട് പരീക്ഷേൻ്റെ മുമ്പ് ഒരു കൺഫർമേഷൻ, അതിൻ്റെ ഒരു വേറെ വകഭേദമാണ്. നിങ്ങൾ എക്സാം സ്ലോട്ട് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണ്, എക്സാം എഴുതാൻ താല്പര്യമില്ല. ഒരു കണക്കിന് നല്ലതാണ്, കാരണം വെറുതെ കുറേ അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു കിട്ടും. ഇപ്പോൾ SSC കാണാറുണ്ട്, നമ്മൾ 25 ലക്ഷം ആളുകൾ അപ്ലൈ ചെയ്തിട്ട് വെറും 10-12 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുള്ളൂ, ബാക്കി 13 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതില്ല. അപ്പോൾ ചിലപ്പോൾ ഈ രണ്ടാമതൊന്നും കൂടി സ്ലോട്ട് കൊടുക്കേണ്ട ഓപ്ഷൻ വന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യില്ല, കൊടുക്കാൻ സാധ്യത കുറയും. അപ്പോൾ ആളുകളുടെ എണ്ണം കുറയും, അപ്പോൾ എണ്ണം കൂടുമ്പോൾ സൗകര്യം കൂടും. ഇപ്പോൾ പകുതിയോളം ആളുകൾ പരീക്ഷ എഴുതാത്തതുകൊണ്ടാണ് ഇത്രയും ഷിഫ്റ്റൊക്കെ ആക്കി എഴുതുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതിയോ ഇല്ല എന്ന് SSCക്ക് അറിയില്ല, പക്ഷെ അവർക്ക് വേണ്ട സ്ലോട്ട് അറേഞ്ച് ചെയ്യേണ്ട SSCൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്, അപ്പോൾ എണ്ണം കുറയുമ്പോൾ കൃത്യമായിട്ട് എന്താ നല്ല നല്ല ലാബുകൾ ചൂസ് ചെയ്തിട്ട് അവർക്ക് പരീക്ഷ നടത്താൻ പറ്റും. ചിലപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനും കൂടി ആയിരിക്കാം അത്. കാരണം വെറുതെ അപ്ലൈ ചെയ്യുന്ന ആളുകളോട് അല്ലേ, അവർ ചിലപ്പോൾ ഈ സ്ലോട്ട് ചൂസ് ചെയ്യാൻ സാധ്യതയില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും, ഒഴിവായി പോകും. അതുകൊണ്ട് എണ്ണം കുറയുമ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ പരീക്ഷ നടത്താൻ പറ്റുന്നുള്ളൊരു ഉദ്ദേശം ആയിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അത്രേ പറയാൻ പറ്റുള്ളൂ. SSC ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സച്ച് കാൻഡിഡേറ്റ്സ് ഡു നോട്ട് ഇന്റൻഡ് ടു അപ്പിയർ ഫോർ ദ എക്സാം, അവർക്ക് എക്സാം എഴുതാൻ താല്പര്യമില്ല എന്ന് കണക്കാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെന്താ, കാൻഡിഡേറ്റ്സ് മേ ഓൾസോ നോട്ട് ദാറ്റ് ടു ഗൈഡ് ദം വിത്ത് ഡീറ്റെയിൽഡ് ഓപ്ഷൻ എക്സൈസ് പ്രോസസ് എ സെൽഫ് എക്സ്പ്ലനേറ്ററി ഡോക്യുമെന്റ് വിത്ത് നെസസറി സ്ക്രീൻഷോട്ട്സ് വിൽ ബി മെയ്ഡ് അവൈലബിൾ എത്തുമ്പോൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നാളെ മറ്റന്നാൾ എപ്പോഴെങ്കിലും ആയിട്ട് 22-ാം തീയതി മുമ്പായിട്ട് ചിലപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഇങ്ങനെയാണ്, സ്ക്രീൻഷോട്ടിൽ ഇങ്ങനെയാണ് വരിക, ഇന്ന പേജിൽ വരുമ്പോൾ ഇങ്ങനെയാണ് സ്ലോട്ട് സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ട് വരുന്ന പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, അതെങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. വെറുതെ പോയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കൊളായി പോകരുത് കേട്ടോ. നിങ്ങളുടെ പരീക്ഷ ഇമ്പോർട്ടൻറ്റ്, പല ആളുകളും CHSL വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടൊരു അപ്ഡേറ്റ് കേട്ടോ. ഇതാണ് SSC. പിന്നെ ചെറിയൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട് SSCൻ്റെ പേരിൽ. അതെന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് ഇപ്പോൾ SSC CGLൻ്റെ മാർക്ക് വന്നപ്പോൾ ഭയങ്കര റഷാണ്, ഒരുപാട് പേർക്ക് മാർക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചലഞ്ച് ചെയ്യാനും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ വൈകുന്നേരം 9 മണി വരെ ആയിരുന്നു സമയം. ആ സമയം ഒന്ന് നീട്ടിയിട്ട് ഒക്ടോബർ 21 പകൽ 11 മണി വരെയും കൂടെ ആ സമയം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് റെസ്പോൺസ് ഷീറ്റും കാര്യങ്ങളും ചലഞ്ച് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഒരു 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ CHSL അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ. എല്ലാവരും ഇതുപോലെ ഈ 24 മണിക്കൂർ SSCൻ്റെ സൈറ്റൊന്നും നോക്കി നിൽക്കുന്ന ആളുകളല്ല. ചില ആളുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പിന്നെ അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ ഇങ്ങനെ എക്സാം അപ്ലൈ ചെയ്തതിനെ പറ്റി തന്നെ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് SSCൻ്റെ സൈറ്റൊന്നും കയറിയിട്ട് അവർ നോക്കാനൊന്നും നിൽക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യം പറയുക. കൃത്യമായിട്ട് ഒക്ടോബർ 22 മുതൽ 28 വരെ ആവശ്യമായ സ്ലോട്ട് ചൂസ് ചെയ്യാൻ പറയും. എനിക്ക് തോന്നി അങ്ങോട്ട് എല്ലാ പരീക്ഷയ്ക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇനി എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പരീക്ഷേൻ്റെ 2 ആഴ്ച മുമ്പ് ഇതുപോലെ വരുന്ന സ്ലോട്ടും കൂടെ നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലതിനാണെന്ന് നമുക്ക് വിശ്വസിക്കാം, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടി ചെയ്യുന്ന പലരും മോശമായി പോകാറുണ്ട്, മോശമായിട്ട് ചെയ്യുന്ന പലരും നല്ലതൊക്കെ ആയി പോകാറുണ്ട്. എന്തായാലും എന്തെങ്കിലും ആവട്ടെ, നമുക്ക് SSC എന്തായാലും നല്ലതിന് വേണ്ടി ചെയ്താൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് ഒരേ സ്ലോട്ട് ഒരേ സെൻറ്ററിൽ ബുക്ക് ചെയ്യുമ്പോൾ പല കോപ്പിയടികളും പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന മെയിനായിട്ട് ഈ ആൾക്കാരുടെ എണ്ണം ഒരു കൺഫർമേഷൻ പോലെ ആൾക്കാരുടെ എണ്ണം കുറക്കാൻ വേണ്ടി ചിലപ്പോൾ SSC ചെയ്തതായിരിക്കാം. എന്തായാലും സ്ട്രിക്റ്റ് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലതിനായിരിക്കും നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.